പിന്നെ ഇടയിൽ അത് ഓർമ്മിപ്പിക്കുന്നില്ല, നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ചൊല്ലുക. ഗഫറല്ലാഹു ലക യാ അബാ ബക്കർ, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. അലസ്ത തഗ്തമ്മു, നിങ്ങൾക്ക് സങ്കടം വരാറില്ലയോ? മുത്തനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലസ്ത തംറദു, അസുഖം വരാറില്ലേ? പനിയും ജലദോഷവും ഊരവേദനയും കാൽമുട്ട് വേദനയും ഒക്കെ ഉണ്ടാവാറില്ലേ? അലസ്ത തുസീബുകൽ അംറാദ്, നിങ്ങൾക്ക് അസുഖങ്ങളൊക്കെ വരാറില്ലയോ? ബലാ യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയേ, ഉണ്ട് നബിയേ, ഉണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫദാലിക മിമ്മാ തുജ്സൗന ബിഹി മിനൽ ഖതായാ, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ശിക്ഷയുടെ ഭാഗമാണ് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്, അസുഖങ്ങൾ ഉണ്ടാകുന്നത്, പാപങ്ങൾ ഉണ്ടാകുന്നത്. നാളെ പരലോകത്തേക്ക് അള്ളാഹു ശിക്ഷ മാറ്റിവെക്കാതെ അതിന്റെ ശിക്ഷയായി ഇവിടെ തന്നെ നൽകുന്നതാണ്. നിങ്ങളുടെ മനസ്സുകളിൽ നിങ്ങൾ ഏൽക്കുന്ന വിഷമം, കുഞ്ഞിന്റെ മകളുടെ കല്യാണം നടക്കാൻ വൈകി പോകുമ്പോഴേക്കും, കുട്ടികൾക്ക് അസുഖം വരുമ്പോഴേക്കും, മാതാപിതാക്കൾക്ക് അസുഖം വരുമ്പോഴേക്കും, ഭർത്താവിന് സുഖമില്ലെന്ന് കേൾക്കുമ്പോ, ഭാര്യയ്ക്ക് പ്രയാസമാണെന്നറിയുമ്പോ, നിങ്ങളറിയുന്ന പ്രയാസം നിങ്ങളുടെ സുഹൃത്തിന് വിഷമമാണെന്നറിയുമ്പോ മനസ്സുകൊണ്ട് വേദനിക്കുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് സംഭവിക്കുന്ന ചെറു ചെറിയ തെറ്റുകൾക്ക് മുഴുവനും പകരമായി അല്ലാഹു പുറത്തു തരുന്നതാണ്. എന്നിട്ടാണ് മുത്തനബി തങ്ങൾ പറഞ്ഞത്, മാമിൻ മുസ്ലിമിൻ യുസീബുഹു ഹമ്മ, പ്രയാസം വരുന്ന ഏതൊരു മുസ്ലിമും, ഔ ഹുസ്നുൻ, സങ്കടം, ഔ ഗമ്മൻ, വലിയ സങ്കടം, ടെൻഷൻ, ഡിപ്രഷൻ, ഔ മറദുൻ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഒരു വിശ്വാസിക്ക് വരികയാണെങ്കിൽ, ഇല്ലാ കഫറല്ലാഹു ബിഹി മിൻ ഖതായാ ഹത്ത ശൗകത യുശാകുഹാ, ചെയ്തുപോയ പാപങ്ങളെല്ലാം ആ വേദന കൊണ്ട്, വിഷമം കൊണ്ട്, രോഗം കൊണ്ട് അള്ളാഹു മാപ്പാക്കി തരുന്നുണ്ട്. നിങ്ങളുടെ കാലിൽ കുത്തുന്ന മുള്ളുപോലും, മുള്ളു നിറക്കാൻ. അപ്പോ അടുക്കളയിലൊക്കെ കത്തി കൊണ്ട് മുറിവാകുന്ന എത്ര പെണ്ണുങ്ങൾ ഉണ്ടാവും നമ്മുടെ ഉമ്മമാരൊക്കെ. ഭക്ഷണം ആയില്ലേന്ന് നമ്മൾ ചോദിക്കുള്ളൂ, എത്ര പണിയെടുക്കണം അതിനൊക്കെ. ഈ ആയില്ലേന്ന് ചോദിച്ചാൽ എത്ര പെട്ടെന്ന് തീർന്നു അല്ലേ? എത്ര കഷ്ടപ്പെടുന്നവര്, എത്ര ബുദ്ധിമുട്ടണം. അതുകൊണ്ട് ഏൽക്കുന്ന ഓരോ ചെറുതും വലുതും പാപങ്ങൾ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട് ഇനി പാപങ്ങളില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ ഏൽക്കുന്ന പ്രയാസങ്ങളുടെ ഒരു കാരണം ഇതാണ്. ഒന്ന്, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ പ്രയാസങ്ങൾ കാരണം നമ്മുടെ തെറ്റുകൾ അല്ലാഹു പുറത്തു തരും. പ്രയാസങ്ങൾ വരുന്നത് മുഴുവൻ തെറ്റുകൊണ്ടാണെന്ന് പറഞ്ഞുകൂടാ. സ്വാലിഹീങ്ങൾക്ക് അസുഖം വരുന്നുണ്ട്, നല്ല നിലക്ക് ജീവിക്കുന്ന ആളുകൾക്ക് കടുത്ത പരീക്ഷണം ഉണ്ടാകുന്നുണ്ട്. 3 കാരണങ്ങളാണ് നബി തങ്ങൾ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ. രണ്ടാമത്തേത്, അള്ളാഹുവിൽ നിന്ന് മുഖം തിരിച്ചു നടക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയായിട്ട് വരാറുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് വളരെ പേടിപ്പെടുത്തുന്ന ഒരായത്താണ്. സൂറത്ത് ത്വാഹയിലെ 124 മുതൽ 126 വരെയുള്ള ആയത്തുകൾ വളരെ പേടിക്കേണ്ട ആയത്താണ്. നമുക്ക് പ്രയാസം വരാനുള്ള രണ്ടാമത്തെ, ഒന്ന് പറഞ്ഞു പാപങ്ങൾ പൊറുക്കപ്പെടാൻ. രണ്ടാമത്തേത്, ومن أعرض عن ذكري فإن له معيشة ضنكا ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അല്ലാഹുവേ, നിന്റെ വചനങ്ങളിൽ കിടക്കുന്ന ഉൾസാരങ്ങൾ അറിയാൻ ഞങ്ങളുടെ കൽബുകൾക്ക് വെളിച്ചം നൽകണേ തമ്പുരാനെ. വമൻ അഅറള അൻ ദിക്രി, എന്നെ ഓർക്കാതെ നടക്കുന്നവർ, എന്റെ ഖുർആൻ എന്ന് ചെവിയിൽ വെക്കാൻ നേരം കിട്ടാത്തവർ,
വാട്സപ്പുകളുടെ വോയിസുകളും വീഡിയോകളും സൗണ്ടുകളും ഓഡിയോകളും എല്ലാം കാണാൻ നേരമുണ്ട്. എന്നാൽ ചെവിയിൽ ഒരൽപ്പനേരം പരിശുദ്ധ ഖുർആനിന്റെ ഒരു തിലാവത്ത്, മധുരമുള്ള ഒരു ഖിറാഅത്തെങ്കിലും കേൾക്കാൻ നേരം കിട്ടുന്നില്ല. അല്ലാഹുവിനെ ഓർക്കാതെ നടക്കുന്നവർ ഏറ്റവും ഇടുങ്ങിയ ജീവിതമാണ് അവർക്കുള്ളത്. കിട്ടുന്നുണ്ടാകാം, ശമ്പളം കിട്ടുന്നുണ്ട്, വരുമാനമെമ്പാടും വരുന്നുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, നിസ്കാരമില്ല, അല്ലാഹുവിനെ ഓർക്കാറില്ല, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തയില്ല, മരിച്ചു പോകണം എന്ന ഓർമ്മ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ജീവിച്ചു പോകുന്നവർ പ്രത്യക്ഷത്തിൽ എത്ര സന്തോഷവാന്മാരാണെന്ന് നടിച്ചാൽ തന്നെയും ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹു ആനന്ദം കൊടുക്കുന്നില്ലെന്നറിയണം. എപ്പോഴും പാട്ട് കേൾക്കുന്നവർക്ക് അങ്ങനെയാണ്. മഹ്മൂം, മുഖത്തൊരു ടെൻഷന്റെ അടയാളമുണ്ടാകും അത്രേ. മ്യൂസിക് കേൾക്കുന്ന ആളുകൾക്ക് അതുണ്ടാകും. എപ്പോഴും പാട്ടിനടിക്റ്റുകളായവർ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊന്ന് മാറ്റിവെച്ചിട്ട് അതിന് പകരം ഖുർആനിന്റെ മധുരമെങ്ങാനും നമ്മൾ അറിയുകയാണെങ്കിൽ പാട്ടിനോട്, മ്യൂസിക്കിനോട് നമുക്ക് വെറുപ്പ് തോന്നിത്തുടങ്ങും. വെറുപ്പ് തോന്നും, അറപ്പും വെറുപ്പും തോന്നും. ഖുർആനിന്റെ മധുരം അറിയാതിരിക്കുമ്പോഴാണ് TV പ്രോഗ്രാമുകളിൽ പാട്ടുകളും സിനിമകളും കാണാൻ നമ്മൾ സമയം ചെലവഴിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ വചനത്തിന്റെ മധുരിമ അറിയാത്തത് കൊണ്ടാണ്. അതറിയാത്തവർക്കോ വലിയ LCD TVകൾ, റൂമിനോളം വലിപ്പമുള്ള സ്ക്രീനുകൾ, എയർപോർട്ടിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന വലിയ വലിയ സ്ക്രീനുകളാണ്, TV-യാ കൊണ്ടുവരുന്നത്. എന്നിട്ട് സന്തോഷം കിട്ടുമോ? ഉണ്ടാവില്ല. സന്തോഷം ഉണ്ടാവില്ല. അള്ളാഹ് പറയാ, മനുഷ്യനെ പടച്ച ആൾ അല്ലാഹു തആല ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ ആളല്ലേ, ഒരു മൊബൈൽ ഉണ്ടാക്കിയ മാനുഫാക്ചറിലെ പറയാ അതിന് റേഡിയേഷൻ ഉണ്ടോ ഇല്ലേ, ഇത് ഹാംഫുൾ ആണോ യൂസ്ഫുൾ ആണോ, അത് അവരല്ലേ പറയേണ്ടത്. അല്ലാഹ് പറയുന്നു, എന്നെ ഓർക്കാതെ നടക്കുന്നവർക്ക് ഞാൻ സമാധാനം നൽകുകയില്ല. അവരുടെ ജീവിതം സങ്കുചിതമാണ്. സന്തോഷം എന്ന് പറഞ്ഞ സംഗതി ജീവിതത്തിലില്ല. ചിരിക്കുന്നുണ്ട്, പ്രത്യക്ഷത്തിലൊക്കെയാണ്, ഉള്ളിന്റെ ഉള്ളിലെന്തോ മൂടിക്കെട്ടലുകളുണ്ട്. തളം കെട്ടി നിൽക്കുകയാണ് സങ്കടം. വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. നിരന്തരം അല്ലാഹുവിൽ നിന്ന് മുഖം തിരിച്ചു നടന്നവർ, വിശുദ്ധ വചനം കേൾക്കാൻ നേരം കിട്ടാത്തവർ, മ്യൂസിക്കുകൾക്ക് അടിമയായി ജീവിച്ചവർ, അനാവശ്യങ്ങൾ കേൾക്കാൻ നേരം കഴിഞ്ഞവർ, നേരവനും നാളെ പരലോകത്ത് വരുമ്പോൾ കണ്ണു കാണാതെ തപ്പിത്തടഞ്ഞിട്ടാണത്രേ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. അല്ലാഹു നമുക്ക് കാവൽ നൽകട്ടെ. ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ കണ്ണുണ്ടാകില്ലത്രേ. കണ്ണില്ലാതെ പരലോകത്തേക്ക് വരുന്നത് ഭൂമിയിലുള്ള അവസ്ഥയിലാണെന്നാണ്. എന്നാൽ ഇല്ലാതെ വരുന്നവരുണ്ട്, ഭൂമിയിൽ കണ്ണുണ്ടായിരിക്കെ. മഹ്ശറയിലേക്ക് നടക്കുമ്പോൾ തപ്പിത്തടഞ്ഞു പോകുന്നവർ. ഖാല റബ്ബി ലിമ ഹശറത്നാ, എന്തേ പടച്ചവനെ നീ എന്നെ കണ്ണു കാണാത്തവനായി പുനർജന്മം നൽകിയതെന്തേ? വഖദ് കുന്തു ബസീറാ, എനിക്ക് കണ്ണുണ്ടായിരുന്നല്ലോ റബ്ബേ, ഞാൻ കാണുന്നവളായിരുന്നല്ലോ, എന്തേ എന്റെ കണ്ണുകൾ പോയത് എന്ന് പടച്ചതമ്പുരമ്പോൾ അല്ലാഹുവിന്റെ മറുപടി കദാലിക് ഖാല കദാലിക്, അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. എനിക്ക് ഞാനിവിടെ കണ്ണ് ഞാൻ തരണോ? എന്റെ വിശുദ്ധ വചനങ്ങൾ നിന്റെ ഫ്രീ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന വിശുദ്ധ ഖുർആനിന്റെ ദിക്റിന്റെ അദ്കാറുകളുടെയൊക്കെ ആപ്പുകൾ നിന്റെ മൊബൈൽ ഫോണുകൾക്ക് ലഭ്യമായിരിക്കെ അതൊന്നും നോക്കാതെ ദുന്യാവിന്റെ എല്ലാം നിന്റെ ഫോണുകളിൽ ഉണ്ടായിരുന്നല്ലോ. നീ എന്തേ എന്നെപ്പറ്റി ഓർക്കാതിരുന്നത്? നീ എന്തേ എന്നെപ്പറ്റി ചിന്തിക്കാതിരുന്നത്? എന്റെ ദൃഷ്ടാന്തം വന്നപ്പോ നീ കണ്ണു ചിമ്പിയില്ലേ? വേണ്ടാന്ന് പറഞ്ഞില്ലേ? കണ്ടില്ല എന്ന് നടിച്ചില്ലേ? അന്ന് നീ എന്നെ മറന്ന പോലെ നീ ഇവിടെ മറക്കപ്പെടുകയാണ്. അതുകൊണ്ട് നിനക്കിവിടെ കണ്ണില്ല എന്ന് അല്ലാഹു അവരോട് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ജീവിതം പ്രയാസമാകുന്നതിന്റെ ഒരു ലക്ഷണം അല്ലാഹുവിനെ ഓർക്കാതെ ജീവിക്കുന്നവർക്ക് പരീക്ഷണങ്ങൾ വരും. ആ പരീക്ഷണം ഒരു ഉണർത്തലാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. അല്ലാഹു തആല അവന്റെ പരീക്ഷണങ്ങൾ നമുക്ക് അല്ലാഹു കാവൽ നൽകട്ടെ. സല്ലൂ അലൻ നബി മുഹമ്മദിൻ വആലിഹി
اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ونركز لكم اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.